കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് സാഖ്യയോഗം എന്നാണ്. സാഖ്യയോഗയിലെ 66-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കുരുക്ഷേത്ര യുദ്ധമാണ്. ആ യുദ്ധത്തിന് തയ്യാറായി പാണ്ഡവരും കൗരവരും അണിനിരന്നു കഴിഞ്ഞു. ആ സമയത്ത് ദുര്യോധനൻ തൻ്റെ പക്ഷത്ത് ആരൊക്കെയുണ്ട് എന്ന് ദ്രോണാചാര്യരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മറുപക്ഷത്ത് ആരൊക്കെയുണ്ട് എന്നും ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ദുര്യോധനൻ്റെ ആ സംഭാഷണത്തിൽ ഒരു ഭയം കലർന്നിട്ടുണ്ടായിരുന്നു. വ്യാസഭഗവാൻ തൻ്റെ പുത്രനായ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായിട്ട്. എന്നിട്ട് അന്ധനായ ധൃതരാഷ്ട്രരോട് വ്യാസഭഗവാൻ, അച്ഛനായ വ്യാസഭഗവാൻ ചോദിക്കുന്നുണ്ട്, രാജാവേ, താങ്കൾക്ക് യുദ്ധം നേരിട്ട് കാണുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് യുദ്ധത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയുവാൻ താല്പര്യമുണ്ട്, പക്ഷേ നേരിട്ട് കാണണം എന്നില്ല, പക്ഷെ അറിയണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തൻ്റെ മന്ത്രിയായ സഞ്ജയന് ദിവ്യദൃഷ്ടി പ്രദാനം ചെയ്യുന്നുണ്ട് വ്യാസഭഗവാൻ. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ രീതിയിലാണ് ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത്. തൻ്റെ ദിവ്യദൃഷ്ടിയാൽ സഞ്ജയൻ കാണുകയാണ് അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്ന്. അതാത് സമയത്ത് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദുര്യോധനന് ഇരുപക്ഷത്തുള്ള ആളുകളെയും കണ്ടപ്പോൾ ഒരു ഭയം തോന്നി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ അർജുനൻ ആ സമയത്ത് കൃഷ്ണനോട് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, 2 സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തുക. എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് എനിക്ക് കാണണം. അതുകൂടാതെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആരൊക്കെ വന്നിട്ടുണ്ട് അതും എനിക്ക് കാണണം എന്ന് അർജുനൻ തൻ്റെ സാരഥിയായ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ, കൃഷ്ണൻ 2 സേനകളുടെയും മധ്യത്തിലായി രഥം കൊണ്ടുവന്ന് നിർത്തുന്നു. അർജുനൻ ഇരുപക്ഷത്തും നോക്കുന്നു. അപ്പോഴാണ് അർജുനന് മനസ്സിലാകുന്നത്, യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ആരൊക്കെയാണ്? ബന്ധുജനങ്ങളാണ്, സുഹൃത്തുക്കളാണ്, ഗുരുജനങ്ങളാണ്, തൻ്റെ പിതാവിന് സമമായവരും സഹോദരന് സമമായവരും അതുപോലെ സഹോദരന്മാരും ഗുരുക്കന്മാരും എല്ലാവരും വന്നു നിൽക്കുന്നു. ബന്ധുജനങ്ങൾ വന്നു നിൽക്കുന്നു. ബന്ധുജനങ്ങൾ തമ്മിലാണ്, വേണ്ടപ്പെട്ട ആളുകൾ തമ്മിലാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. യുദ്ധമെന്ന് പറയുന്നത് എന്താണ്? സർവനാശമാണ്. യുദ്ധമുണ്ടായാൽ ഇരുപക്ഷത്തുള്ള ആളുകളും മരണപ്പെടും. അങ്ങനെ തൻ്റെ ബന്ധുജനങ്ങളെ കൊന്നിട്ട് തനിക്ക് എന്തിനാണ് ഇങ്ങനെയൊരു രാജ്യം? അങ്ങനെ കിട്ടുന്ന രാജ്യം കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? എനിക്ക് എന്ത് സുഖം അനുഭവിക്കാൻ കഴിയും? അങ്ങനെ രാജ്യം നേടുകയാണെങ്കിൽ അത് എൻ്റെ കീർത്തിക്ക് ദോഷം വരുത്തും. എൻ്റെ ജനങ്ങളെ വധിച്ചിട്ട് അവരെ ഉപദ്രവിച്ചിട്ട് എനിക്ക് രാജ്യം വേണ്ട. ഇതിലും ഭേദം ഞാൻ കാട്ടിലേക്ക് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് അർജുനൻ തളർന്ന് തേർത്തട്ടിലിരിക്കുന്നു. പിന്നീട് അർജുനൻ കുറേ ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അതാണ് 1-ാമത്തെ അധ്യായത്തിൽ അർജുന വിഷാദ യോഗ എന്ന അധ്യായത്തിൽ
അർജുനൻ ഭഗവാനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് അർജുനൻ പറയുന്നുണ്ട്, കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അർജുനൻ പറയുകയാണ്, എനിക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങെനിക്ക് നേർബുദ്ധി, ശരിയായ ബുദ്ധി ഞാൻ എന്തു ചെയ്യണം എന്നുള്ളത് അങ്ങെനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് അർജുനൻ പറഞ്ഞതനുസരിച്ചിട്ട് ഭഗവാൻ ഇവിടെ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഭഗവത്ഗീത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ രണ്ടാമത്തെ അധ്യായത്തിലെ 65 ശ്ലോകങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 66-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശ്ലോകമാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് നോക്കാം. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ച ഭാവയതഃ ശാന്തി അശാന്തസ്യ കുതസുഖം. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ന, ഇല്ല. നാസ്തി എന്ന ആ ഒരു വാക്ക്, അത് ന എന്ന വാക്കും അസ്തി എന്ന വാക്കും കൂടി ചേർന്നിട്ടാണ് നാസ്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ല എന്നും അസ്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉണ്ടാവുക എന്നുമാണ്. അതുപോലെ ബുദ്ധി, ഇവിടെ ബുദ്ധി എന്നുദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ജ്ഞാനം. അയുക്തസ്യ, അതിൻ്റെ അർത്ഥം ഏകാഗ്രത ഇല്ലാത്തത്. വീണ്ടും ഒരു ന പറഞ്ഞിട്ടുണ്ട്, അത് ഇല്ല. ച, കൂടെ. അയുക്തസ്യ, ഇവിടെ അയുക്തസ്യ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉറച്ചു നിൽക്കാത്ത, അതുതന്നെയാണ് ഏകാഗ്രമായ മനസ്സാണല്ലോ ഉറച്ചു നിൽക്കുന്നത്, അതുപോലെ ഉറച്ചു നിൽക്കാത്ത. ഭാവന, അർത്ഥം ധ്യാനം. ന, ഇല്ല. ച, കൂടെ. അഭാവയതഃ, അർത്ഥമെന്താണ്? അൺമെഡിറ്റേറ്റഡ്, ധ്യാനിക്കാത്ത. പിന്നെ ശാന്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശാന്തി? ശാന്തത. അശാന്തസ്യ, ശാന്തതയില്ലാത്തത്. ശാന്തതയില്ലാതെ വരുമ്പോൾ എന്തുണ്ടാകും? ഡിസ്റ്റർബൻസ് ഉണ്ടാകും, സ്വൈര്യക്കേടുണ്ടാകും. കുത, അർത്ഥം എപ്പോൾ. സുഖം, സന്തോഷം. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാൻ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഏകാഗ്രതയില്ലാത്തവന് ജ്ഞാനവും ധ്യാനനിഷ്ഠയുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകാഗ്രതയില്ലാത്തവന് ജ്ഞാനവുമില്ല, ധ്യാനനിഷ്ഠയുമില്ല. ധ്യാനമില്ലാത്തവന് എന്തു ലഭിക്കുന്നില്ല? ശാന്തി ലഭിക്കുന്നില്ല. ശാന്തമായ മനസ്സില്ലാത്തവന് പിന്നെ എവിടെയാണ് സുഖം ലഭിക്കുന്നത്? ഇങ്ങനെയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ അർജുനനോട് ചോദിക്കുന്നത്. ഇവിടെ പരമമായ സുഖപ്രാപ്തിക്കുള്ള വിവിധ രീതികളാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടേതായാലും മനസ്സിന് എപ്പോഴും സ്വൈര്യക്കേടായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കെങ്ങനെയാണ് ശാന്തി ലഭിക്കുന്നത്? എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ ചിന്തിക്കുകയാണ്, ഭഗവാനെ പൈസ ഇല്ലല്ലോ, നാളെ എന്തെടുക്കും, നാളെ എൻ്റെ ജീവിതം എങ്ങനെ പോകും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. നമ്മളിപ്പോൾ ഇരുന്നിങ്ങനെ സ്വൈര്യക്കേട് ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അനാവശ്യമായി നാളെ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ മനസ്സിന് സ്വൈര്യക്കേട് കൊടുത്താൽ നാളെ വരാനുള്ളത് വരാതിരിക്കുമോ? അതിനു പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ന് ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്യുക. അതുപോലെ അടുത്ത വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? അവരുടെ വീട്ടിൽ പുതിയ കാറ് മേടിച്ചു, നമ്മൾ നാമം പോലും ജപിക്കുന്നില്ല, ക്ഷേത്രത്തിൽ പോലും പോകുന്നില്ല, 24 മണിക്കൂറും അങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിന് എങ്ങനെയാണ് ഒരു സുഖം ലഭിക്കുന്നത്?
നമ്മൾ മേടിച്ചില്ലല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അപ്പോൾ ഏകാഗ്രതയില്ലാത്തവന് മനസ്സിന് സുഖം ലഭിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ പരമമായ സുഖപ്രാപ്തിക്ക് എന്തൊക്കെ വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തൊക്കെ വേണം? മനസ്സിൻ്റെ ഏകാഗ്രത, അതുപോലെ സത്യബുദ്ധി, സത്യഭാവന, മനഃശാന്തി, സുഖം, ഇവയാണ് പടികൾ. മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തി ആദ്യമായി ഉള്ളിൽ വസിക്കുന്ന ആ ബോധവസ്തുവിനെ കളങ്കം മാറ്റി തെളിച്ചെടുക്കണം. ആ ആത്മസത്യം തെളിയുന്നതോടുകൂടി സർവത്ര നിറഞ്ഞു തുളുമ്പുന്ന ആ ആനന്ദം, ആ സത്യം നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സർവേശ്വരനുണ്ട്. ആ സർവേശ്വരനെ നന്നായി തേച്ചു മിനുക്കിയെടുത്ത് ആ പരമമായ സത്യത്തെ കണ്ടെത്തി മുമ്പോട്ട് പോവുക. അവിടെ എല്ലാം ഈശ്വരനെ സമർപ്പിക്കുക. എല്ലാ കാര്യങ്ങളും, നമ്മുടെ സന്തോഷവും ദുഃഖവും എല്ലാം ഭഗവാനെ സമർപ്പിച്ച് ഭഗവാൻ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകും എന്ന് വിശ്വസിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും, സുഖമായാലും ദുഃഖമായാലും എല്ലാം ഈശ്വരൻ്റെ കൃപയാണ്, ഈശ്വരൻ തന്നതാണ്. ഈശ്വരൻ തന്നത് രണ്ടു കൈയും നീട്ടി ഞാൻ സ്വീകരിക്കുന്നു, അത് സുഖമായാലും ദുഃഖമായാലും എന്നു കരുതി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഏകാഗ്രതയില്ലാതെ മനസ്സിന് സമാധാനം കൊടുക്കാതെ, ധ്യാനിക്കാതെ, പ്രാർത്ഥിക്കാതെ എപ്പോഴും മനസ്സിൽ കളങ്കം വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിന് യാതൊരു സുഖവും ലഭിക്കുകയില്ല. നിരന്തരം ധ്യാനിക്കുക, ഭഗവാനെ മനസ്സിലാക്കുക. എന്തു തന്നെ നമുക്ക് ലഭിച്ചാലും അതൊക്കെ ഭഗവാന്റെ പ്രസാദമാണ് എന്ന് കരുതുക. സ്ഥിരമായി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാന്റെ സ്വരൂപത്തെ തേച്ചു മിനുക്കി വൃത്തിയാക്കി എടുക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു. അങ്ങനെയാകുന്ന നമ്മുടെ ശരീരത്തെ നമ്മളെപ്പോഴും ശുദ്ധമായി വെച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്. എപ്പോഴും നമ്മൾ പറയും നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ട്, എൻ്റെ മനസ്സിൽ എപ്പോഴും ഭഗവാനാണെന്ന് പറയും. ആ മനസ്സിലേക്ക്, ഭഗവാൻ ഇരിക്കുന്ന ആ മനസ്സിലേക്ക് എന്തൊക്കെ വിഷങ്ങളാണ് നമ്മൾ കയറ്റുന്നത്? മറ്റുള്ളവരെ പറ്റിയിട്ടുള്ള അസൂയ, കുശുമ്പ്, അവരോടുള്ള ദേഷ്യം, എന്തൊക്കെ കാര്യങ്ങളാണ് ഭഗവാൻ ഇരിക്കുന്ന ആ ആലയത്തിലേക്ക് നമ്മൾ കയറ്റുന്നത്? അങ്ങനെ കളങ്കപ്പെട്ടിരിക്കുന്ന ആ ശരീരത്തിലേക്ക്, ആ ഹൃദയത്തിലേക്ക് ഭഗവാൻ ഇരിക്കുമോ? ഇല്ല. അപ്പോൾ നമുക്ക് വെറുതെ തോന്നുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനുണ്ടെന്ന്. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് ഒരു സ്വസ്ഥതയില്ലാത്തത്, ശാന്തിയില്ലാത്തത്. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ എന്ത് പറഞ്ഞിരിക്കുകയാണ്? സുഖത്തിനു പകരം നിരാശയും ദുഃഖവും എങ്ങനെയുള്ളവർക്കുണ്ടാകും? ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്താത്തവർക്ക് ഉണ്ടാകും എന്ന് ഭഗവാൻ പറയുന്നു. അതുപോലെ തന്നെ വിഷയസുഖങ്ങളിൽപ്പെട്ട് സദാ ചലിക്കുന്ന മനസ്സിൽ യഥാർത്ഥമായ ശാന്തിയുടെയോ സുഖത്തിൻ്റെയോ ഗന്ധം അനുഭവിക്കുവാൻ പോലും സാധിക്കുകയില്ല. അതുകൊണ്ട് സുഖം ആരാണോ കുതിക്കുന്നത് അവൻ മനസ്സിനെ സമാധാനപ്പെടുത്തി നിയന്ത്രിച്ച് സ്വന്തം ധർമ്മം അത് അനുഷ്ഠിക്കണം എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വധർമ്മം, അതാണ് ഇവിടെ ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നിന്റെ കർമ്മം, നിന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് ഈശ്വരനെ മുൻനിർത്തി നീ ചെയ്യുക. മറ്റൊന്നിനെ പറ്റിയും ഇപ്പോൾ നീ ചിന്തിക്കേണ്ടുന്നതല്ല. യുദ്ധം ജയിക്കാതിരിക്കാം, നിനക്ക് സ്വർഗം ലഭിക്കാതിരിക്കാം, നിനക്ക് കീർത്തി ലഭിക്കാതിരിക്കാം, പലതും സംഭവിക്കാം. പക്ഷേ ഇന്ന് നിന്റെ ക്ഷത്രിയനായ നിന്റെ ഉത്തരവാദിത്വം എന്താണ്? യുദ്ധം ചെയ്യുക, ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ഷത്രിയനായ നിന്റെ ഉത്തരവാദിത്വം.
നിന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ധാരാളം ആളുകൾ നിൻ്റെ കൂടെയുണ്ട്. അവർക്ക് സുഖവും സന്തോഷവും കൊടുക്കുക അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. പഴയ കാലത്ത് വർണ്ണാശ്രമമുണ്ടായിരുന്നു. അതായത് 4 ആശ്രമങ്ങൾ തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി 4 ആശ്രമങ്ങളായി ജനങ്ങളെ, മനുഷ്യരെ തിരിച്ചിരുന്നു. അതിൽ ബ്രാഹ്മണർക്ക് പറഞ്ഞിരിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്, ക്ഷത്രിയർക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുണ്ട്, ശൂദ്രർക്കും വൈശ്യർക്കും പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുണ്ട്. ബ്രാഹ്മണർ അവരുടെ കർമ്മം അനുഷ്ഠിക്കാതെ മാറി നിൽക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ദോഷമുണ്ടാകുന്നത്. ഇന്നും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ക്ഷത്രിയർ അവരുടെ കർത്തവ്യം കൃത്യമായി അനുഷ്ഠിക്കാത്തപ്പോൾ രാജ്യത്തിന് ദോഷമുണ്ടാകും. ഇന്നും അതുതന്നെയല്ലേ? തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മനുഷ്യരെ തരംതിരിച്ചിരുന്നത് പോലെ തന്നെ ഇന്നും തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തരംതിരിക്കുന്നുണ്ട്. അതായത് ഉദാഹരണമായിട്ട് ഒരു അധ്യാപകൻ്റെ ഉത്തരവാദിത്വം, അവൻ്റെ തൊഴിൽപരമായിട്ടുള്ള അവൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവനിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം കുട്ടികളെ നന്നായി പഠിപ്പിക്കുക, അവർക്ക് നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ആ അധ്യാപകൻ അത് ചെയ്യാതെ മാറി നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ വരും. അത് ആ അധ്യാപകൻ്റെ പ്രവൃത്തിക്ക്, അയാളുടെ കർമ്മത്തിന് ദോഷമുണ്ടാക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനനോട് പറയുന്നത്. അർജുനൻ ഇപ്പോൾ ആരാണ്? അർജുനൻ ക്ഷത്രിയനാണ്. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അത് ചെയ്യാതെ മാറിപ്പോകുന്നത് ശരിയല്ല എന്ന് ഭഗവാൻ പറയുന്നു. മനസ്സിനെ ഏകാഗ്രമാക്കി നിർത്തുക, അനാവശ്യമായി ചലിപ്പിക്കാതിരിക്കുക. അങ്ങനെ ചലിപ്പിച്ചാൽ നിനക്കൊരിക്കലും സുഖം ലഭിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ എന്തു തന്നാലും അത് ഈശ്വരൻ്റെ പ്രസാദമായി കരുതുക. അത് സുഖമായാലും ദുഃഖമായാലും അതെല്ലാം സർവേശ്വരൻ്റെ പ്രസാദമായി കരുതി മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി നിങ്ങളുടെ ജോലി അത് കൃത്യമായി ചെയ്യുക. ഫലം സർവേശ്വരൻ തരും എന്നതുകൂടിയാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ അർത്ഥമാക്കുന്നത്. മനസ്സിന് സ്വസ്ഥത കൊടുക്കുക, അതല്ലാതെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടോടിച്ച് മനസ്സിന് സ്വൈര്യക്കേട് കൊടുത്താൽ, പ്രാർത്ഥിക്കാതിരുന്നാൽ, ധ്യാനിക്കാതിരുന്നാൽ നമുക്ക് ഒരിക്കലും സുഖം ലഭിക്കുകയില്ല. എല്ലാം ഭഗവാനിൽ ഉറപ്പിച്ച്, മനസ്സിനെ പൂർണ്ണമായും ഭഗവാനിൽ ഉറപ്പിച്ച്, ഭഗവാനെ പ്രാർത്ഥിച്ച്, ഭഗവാനാണ് നമുക്കെല്ലാം നൽകുന്നത്, ഞാനൊരു ഉപകരണം മാത്രം എന്ന് ചിന്തിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്ത് മുമ്പോട്ട് പോയാൽ നമ്മുടെ മനസ്സിന് സ്വൈര്യവും സമാധാനവും ലഭിക്കും എന്നതാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.